പോയ കാലത്തിൻ കാറ്റിലെത്തരേ കൊഴിഞ്ഞു വീണരാഗം കടലിലെത്തരേ ഓർമ്മകളെ നിന്നെ ഓർത്തു വേദനിപ്പു ഞാൻ എൻ്റെ ഓർമ്മകളിൽ മുന്നേ നിന്നു കരയുന്നു ഞാൻ ദേവിയായി വന്നൊരെൻ്റെ സ്വപ്നമല്ലയോ എന്നും ദേവലോകം ഇന്നെനിക്കു നഷ്ടസ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനെത്തരേ കൊഴിഞ്ഞു വീണരാഗം കടലിലക്കരേ ഓർമ്മകളെ നിന്നെയോർത്തു വേദനിപ്പു ഞാൻ എൻ്റെ ഓർമ്മകളിൽ മുന്നേ നിന്നു കരയുന്നു ഞാൻ. ഹായ് മക്കളെ, അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അമ്മ രാവിലെ ചായ ഇടുവാണ്. രാവിലെ എല്ലാ മക്കളും രാവിലെ ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ രാവിലെ ചായ ഇടുവാണ്. അമ്മ രാവിലെ കുറച്ച് മൈദാമാവ് നമ്മളെ ഏലക്കയും പഞ്ചാരയില്ല മൈദാമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കലക്കി വെച്ച് എന്നിട്ട് നമ്മൾ തേങ്ങ, ശർക്കര, ഏലക്കാപ്പൊടി എല്ലാം കൂടെ രാവിലെ മിക്സ് ശർക്കര വളരെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് അടയെന്നോ ഏലാഞ്ചിന്നോ എങ്ങനെ വേണമെന്നും പറയാം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ദോശക്കല്ല് ചൂടായി അമ്മ ഇതിലോട്ട് മാവ് ഒഴിക്കുവാണേ. മൈദാമാവാണേ. ഇതാ മാവ് ഒഴിച്ചിട്ട് എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പം മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വേകട്ടെ ഒരു അപ്പം നമുക്ക് ചായ കഴിക്കാം. അതെ, ചായ ഇതാ നമുക്ക് തിളച്ചിട്ടുണ്ട്. കണ്ടാ എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചോ? ഞാൻ കുടിക്കുന്നതേ ഉള്ളൂ ചായ കേട്ടോ. അപ്പം ചായയും ഇടുന്ന് ഈ മടക്ക് ഏലാഞ്ചിന്നോ മടക്കപ്പമോ എങ്ങനെ വേണമെന്ന് പറയാനില്ല. ഇന്നത്തെ എന്തുവായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ കൊല്ലത്തുണ്ടെങ്കിൽ അത്ര നല്ല മഴയായിരുന്നു കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടായിരുന്നോ? അപ്പോൾ അതാണ്ട് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മടക്കപ്പവും കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ ദാണ്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സ് വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് മടക്കി കൊടുക്കാം. മടങ്ങയൊക്കെ ചെയ്യും നല്ലോണം. ഉണ്ടാ അത് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നല്ലോണം അമർത്തി മടക്കാം. നമുക്കിത് കണ്ടാ സ്വല്പം നടുക്കോട്ടിടാം. ഇട്ടിട്ട് നമുക്ക് സ്വല്പം എണ്ണ അതിൻ്റെ പുറത്തോട്ട് ഈ ദോശക്കല്ലിൻ്റെ അറ്റത്തോട്ട് സ്വല്പം കണ്ടാ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഒരു നെയ്യുള്ളവർക്ക് നെയ്യ് ഇതിൻ്റെ പുറത്തിരുന്ന് ചേർത്ത് കൊടുക്കാം. അമ്മയ്ക്ക് നെയ്യ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മ എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ ഭാഗവും കൂടി നമുക്കത് മൂത്ത് കിട്ടും. കണ്ടാ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ കേട്ടോ. നമുക്കത് ഒരെണ്ണം വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് എടുക്കാം. കണ്ട അപ്പോൾ എന്നിട്ട് നമുക്ക് അടുത്തത് ഒഴിക്കാം. അടുത്തത് ഒഴിക്കാം. അപ്പം അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചായയും നമ്മുടെ സൂപ്പർ മടക്കപ്പവും കഴിക്കാം. ഇതാണ് ചായ, അടിപൊളി ചായ. ചായക്കകത്ത് അമ്മ ഇച്ചിരി പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പട്ടയും ഗ്രാമ്പും ഇട്ട ചായക്ക്. കണ്ടാ മടക്കപ്പം സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചൂടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് രാവിലെ ആഹാരം കഴിച്ചോ? അടിപൊളി ടേസ്റ്റ്. സൂപ്പർ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മൈദാമാവ് അത്ര നല്ലതല്ല, എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായി. നമ്മൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാരണം വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇതുപോലെ തന്നെ ശർക്കരയൊക്കെ തന്നെ കണ്ടോ, ശർക്കര തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് പഞ്ചാര വെച്ചും വേണമെങ്കിൽ ഉണ്ടാക്കാം. പഞ്ചാര വെച്ചും ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്താ വേവട്ടെ. അപ്പോഴേ മക്കളെ അമ്മ ചോറ് താണ്ടെ ഇപ്പോൾ തിളപ്പിച്ച് ഊറ്റി വെച്ചതേ ഉള്ളൂ. താണ്ടെ അമ്മ താമസിച്ച് പോയി. താണ്ടെ നമ്മളെ കുഞ്ഞ് ചാള, ചെറിയ ചാളക്കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് തീ കളത്തിക്കാം. അമ്മ തക്കാളി, പച്ചമുളക്, ലേശം പുളി പിഴിഞ്ഞത്, തേങ്ങ, മുളക് പൊടി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു നുള്ളു മിക്സ് കഴിയുക വെള്ളം അങ്ങോട്ട് ഉപ്പിട്ടിട്ടുണ്ട്. അടപ്പിലോട്ട് വയ്ക്കാം. അടപ്പിലോട്ടത് വയ്ക്കാം. തീരെ ഒറ്റയ്ക്ക് കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് താണ്ടെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് അരപ്പും എല്ലാം കൂടെ. വടക്കമ്പുളിയോ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു. നമ്മളൊരു മാങ്ങ ഇല്ലാത്ത നമ്മൾ തക്കാളിയാണ് ഉപയോഗിച്ചത് കേട്ടോ. നോക്കട്ടെ ഉപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീൻ വാരിയിടാം. കുറച്ച് മീനെ ഇപ്പം ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. കുറച്ച് ചാളക്കും കണ്ടോ, ഇത്ര ഇടുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. കൈ വെച്ചോട്ടെ. അതിൻ്റെ പച്ചമുളക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ പീരായിട്ടിരിക്കുന്നത് അവിടെ വേവട്ടെ. പക്ഷേ നമുക്ക് മീനേ 5-6 കഷ്ണം മീനുണ്ട്. നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞെടുക്കാം. നമുക്ക് 5-6 വറുക്കാം. കുഞ്ഞു മീനല്ലേ, നമുക്കത് വരിഞ്ഞെടുക്കാം. കുഞ്ഞി ചാള വളരെ ചെറിയതാണ്. നമുക്ക് ഇങ്ങനെ കുഞ്ഞായിട്ടിങ്ങനെ കണ്ട, കൈ പിടിക്കാൻ കൂടി ഇല്ല, വളരെ ചെറുതാണ്. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അമ്മ ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ. അതുകൊണ്ടാണ് കരിക്കോട് വരുന്നു പോയി വന്നപ്പോൾ താമസിച്ചു പോയി. നമുക്ക് ചാള 5-6 ഉണ്ട്. അത് നമുക്ക് വറുക്കുകയും ചെയ്യാം. അപ്പോഴേ മക്കളെ അമ്മ ചോറ് വെച്ച് നമ്മളെ പീര വറ്റിച്ചത് വെന്ത്, പിന്നെ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്ത് ചാള, പിന്നെ ഇന്നലത്തെ മോരും കൂട്ടാനിരിപ്പുണ്ട്. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പം അരി ഇച്ചിരി നല്ല വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. അമ്മ അരി ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് അരി നല്ല വെന്ത്, കുഴപ്പമില്ല. എനിക്ക് ഇത്രയും വേവൊക്കെ വേണം, എനിക്കിഷ്ടമാണ്. അപ്പം അതാണ്ടേ ചോറ് നമ്മുടെ പീര വറ്റിച്ച് കൊടുക്കാം. നല്ല കുഞ്ഞു ചാളയാട്ടാ, നല്ല ടേസ്റ്റായത്. കാന്താരി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാന്താരി ഇല്ല, നമുക്ക് ഈ ചാള എണ്ണയില്ലാതെ വറുത്തതാണ് കേട്ടോ. അതുകൂടി നമുക്ക് എടുക്കാം. ഇന്നലത്തെ പുളിശ്ശേരി ഇരിപ്പുണ്ട്, ഇന്നലത്തെ പുളിശ്ശേരി, അതും ഇച്ചിരി നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതാണ്ട് അപ്പം കഴിക്കട്ടെ. എല്ലാവരും കഴിച്ചു ഉച്ചയ്ക്ക് ചോറ്. അപ്പം അമ്മ കഴിക്കുവാണേ. ഇവിടെ ചൂട് ചോറും ഭയങ്കര ചൂട്. ഇത് കുഞ്ഞു ചാള കേട്ടോ, പക്ഷെ നല്ലതാ. കണ്ടാ, ചാള അങ്ങോട്ട് പിച്ച് നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റായിരിക്കും. അടിപൊളി, സൂപ്പർ ചാള, അടിപൊളി ചാള. ചോറ് നല്ല വെന്ത്, നല്ല ടേസ്റ്റുണ്ട്. ചാള അടിപൊളി കേട്ടോ, നല്ല രുചിയാണ്. കുഞ്ഞു ചാള കിട്ടുവാണെങ്കിൽ എല്ലാ മക്കളും മേടിച്ച് പീര വെട്ടിച്ച് കഴിക്കണേ. നല്ല ചാളയാണ് കേട്ടോ.
ഭയങ്കര ചൂടുണ്ടേ. എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം എല്ലാവരും ഊണ് കഴിക്കേ. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ 4 മണിക്ക് താണ്ടേ ഏത്തക്ക പുഴുങ്ങിയതും കട്ടൻ ചായയും. എല്ലാവരും വൈകുന്നേരം 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ താണ്ടേ ഏത്തക്ക പുഴുങ്ങിയതും എന്താ നല്ല മധുരമുണ്ട് ചായക്ക്. ഏത്തക്ക പുഴുങ്ങിയതും ചൂട് കട്ടൻ ചായ. ഭയങ്കര ചൂട്. ചൂട് കട്ടൻ ചായ. നിങ്ങളൊക്കെ 4 മണിക്ക് എന്താ കഴിച്ചേ? നമ്മൾ കഴിക്കട്ടെ. ഹായ് മക്കളെ. അപ്പോഴേ അമ്മയ്ക്ക് ഇതാ ഒരു നീളം ഒരു പേപ്പർ വെച്ചേ. അപ്പോൾ ഇത് വെച്ചിട്ടേ അമ്മ ഒരു സാധനം ഉണ്ടാക്കി കാണിക്കാം. ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സമയം എടുക്കും കാണിക്കാം. മക്കളെ അമ്മയുടെ ചുറ്റാൻ നോക്കിയത് എനിക്കില്ലാത്ത പറ്റുന്നില്ല മക്കളെ. ഇത് കൊളമായി പോയിതാ കണ്ട. സോറി കേട്ടോ, വിചാരിക്കല്ലേ. പറ്റുന്നില്ല മക്കളെ. ഇത് ഈക്കില്ലാത്ത ചുരുട്ട ഇങ്ങനെ ചുരുട്ടി പകുതി വിട്ട് ചുരുട്ടാൻ നോക്കുന്നത് നമ്മളെ പറ്റുന്നില്ല. ഒന്നും വിചാരിച്ചല്ലേ. അപ്പോഴേ മക്കളെ അമ്മ താണ്ടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് സന്ധ്യയായി. അപ്പോൾ അമ്മ മരുന്നൊക്കെ കഴിച്ച് ഇനി അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അമ്മ രാത്രി കഴിക്കുന്നത് ഉച്ചത്തെ ആഹാരം തന്നെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഉച്ചക്കത്തെ ബാക്കി മീൻ ചെയ്ത തന്നിന്ന് ആ പുളിശ്ശേരിയുടെ ബാക്കി പിന്നെ അമ്മ ചോറ്. അപ്പം ഇത്രയാണ് അമ്മ രാത്രി ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കണം. അപ്പം പിന്നെ അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.